കരുതലോണവും സദ്യക്കൂട്ടിൽ നമ്മൾക്ക് ഇന്ന് പുതിയ വിഭവമായി നമ്മുടെ കൂടെ വീണ്ടും എത്തുന്നു മായ ചേച്ചി. ചേച്ചി സ്വാഗതം. ഇന്നും എന്താണ് ചേച്ചി ചെയ്യാൻ പോകുന്നത്? പാവയ്ക്കാച്ചാറ്. പിന്നെ നമ്മൾ മുമ്പേ ചെയ്തത് കപ്പയ്ക്കാച്ചാറ്. അപ്പം പാവയ്ക്കാച്ചാറ് കൂടുതൽ ആരും അങ്ങോട്ട് ട്രൈ ചെയ്യാത്ത സാധനമാണെന്ന് തോന്നുന്നു അല്ലേ ഇത്? പാവയ്ക്കാച്ചാർ എന്നൊക്കെ പറയും. ഇല്ല ഇല്ല, ഓക്കെ ഓക്കെ. അപ്പൊ എന്തൊക്കെയാണ് അതിനകത്ത് നമ്മള് ചേരുവകള്? ഒരു പാവയ്ക്ക, സാധാ വലിപ്പമുള്ള ഒരു പാവയ്ക്ക. ഇതിനി ഇവിടെ നിങ്ങൾ നട്ട് വളർത്തി വല്ലോ ആണോ? നമ്മുടെ പച്ചക്കറിക്കാരൻ നാടനാന്ന് പറഞ്ഞു. നാടൻ പാവയ്ക്ക. ഓക്കെ. വെളുത്തുള്ളി, ഇഞ്ചി, ഒരു 5 പച്ചമുളക്, കറിവേപ്പില, കായപ്പൊടി, ഉപ്പുപൊടി, മുളക് പൊടി, ഉലുവാപ്പൊടി, മഞ്ഞൾപ്പൊടി. ഓക്കെ. അപ്പൊ നമ്മളങ്ങ് തുടങ്ങുക. നല്ലെണ്ണ, വിനാഗിരി. ഓക്കെ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? അതും ഇരുമ്പ് ചട്ടിയിൽ തന്നെയാണ്. കടുകിട്ട് പൊട്ടിച്ച്, എണ്ണ ചൂടായി കടുകിട്ട് പൊട്ടിച്ചിട്ട് തുടങ്ങും. നല്ലെണ്ണ തന്നെയല്ലേ ചേച്ചി? നല്ലെണ്ണ. അപ്പൊ നല്ലെണ്ണ ഒഴിച്ചു. കൂടുതലും നല്ലെണ്ണ ഒഴിക്കണം. പിന്നെ ഈ എണ്ണയിൽ തന്നെ നമുക്ക് ബാക്കിയുള്ള എല്ലാം വറുത്തെടുക്കാം. ഇതിനാവശ്യത്തിന് ഇത്ര എണ്ണ മതി അല്ലേ? ഓക്കെ ഓക്കെ. ഇതാണ്ട് കുറച്ച് ഒരു പാവയ്ക്ക് അരിഞ്ഞത്. ഇത് പച്ചയ്ക്ക് തന്നെ നമ്മളൊന്നും ചേർക്കത്തൊന്നുമില്ല അതിനകത്ത്? ഇല്ല ഇല്ല ഇല്ല, ഇങ്ങനെ തന്നെ വറുത്തെടുക്കും. എന്നിട്ട് വറുത്ത് കോരി വെച്ചിട്ട് ഇത് ഇത്രയും എണ്ണയിൽ വഴറ്റി എടുത്തിട്ട് തിരിച്ച് തട്ടിയിട്ട്. ഓ, അങ്ങനെയൊക്കെയാണ്. വിനാഗിരിയും കൂടെ ഒഴിച്ച്. ഇതെനിക്ക് തൊട്ടടുത്തുള്ള നിർമ്മല ചേച്ചിയുണ്ട്, ചേച്ചിയുടെ അമ്മ കാണിച്ചു തന്നതാണ്. നിർമ്മല ചേച്ചിയുടെ അമ്മ കാണിച്ചു കൊടുത്താൽ അറിഞ്ഞുകൂടായിരുന്നു, അമ്മച്ചി കാണിച്ചു തന്നതായിരുന്നു. ചേച്ചി ഇപ്പൊ അമ്മയെ ഓർക്കുന്നല്ലേ? അറിയാമായിരുന്നു, ഒരുപാട് കുക്കിംഗ് അറിയാവുന്ന ഒരു അമ്മയായിരുന്നു. ആണല്ലേ? കുക്കിങ്ങിന് ഭയങ്കര ക്രേസ് ഉള്ള അമ്മയായിരുന്നു. ഈ പാചകം എന്ന് പറയുന്നത് ശരിക്കും അങ്ങനെ ഒരു ഇഷ്ടം, ഒരു പാഷനൊക്കെ ഉണ്ടായാലേ അത് ചെയ്യുമ്പോഴും ശരിയാവത്തുള്ളൂ. പുതിയ തലമുറ, ചില കുട്ടികള്, ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളും അത് ട്രൈ ചെയ്യാറുണ്ട്. പക്ഷെ ചിലവർക്ക് ഒട്ടും ഇഷ്ടമല്ല. എൻ്റെ മക്കളെ രണ്ടുപേരും 2 പെൺപിള്ളേരാ, രണ്ടുപേരും നന്നായിട്ട്. ചേച്ചിക്ക് എത്ര മക്കളാ? 2 പെൺമക്കളാണ്. മൂത്തത് അനുപമ, രണ്ടാമത്തത് അപർണ. രണ്ടുപേരും നന്നായിട്ട് കുക്ക് ചെയ്യും. അവര് നാട്ടിലുണ്ടോ? ഇവിടെ ഉണ്ടോ? ഇല്ല, അവര് വിദേശത്താ. ഏതൊക്കെ സ്ഥലത്താ? മൂത്താള് രണ്ടുപേരും, മോളും മരുമോനും ആയുർവേദ ഡോക്ടേഴ്സാണ്. രണ്ടുപേരും ജർമ്മനിയിൽ. അപ്പൊ ജർമ്മനിയിലുള്ള അനുപമയാണോ? അനുപമ. സന്ദീപിനും ഒരു ഉണ്ട്. ഹീര. അപ്പൊ ഹീരമോൾക്കും ഒക്കെ കരുതൽ ന്യൂസിന്റെ ഓണാശംസകൾ നേരുന്നു. പിന്നെ ഇനി അടുത്തത് അപർണയും പിന്നെ നേഴ്സിംഗ് ട്യൂട്ടറാണ്. എവിടെയാ അവര്? അവളെ മൂത്താള് കല്യാണം കഴിച്ചത് കോഴിക്കോടും, രണ്ടാമത്തെ ആള് തിരുവനന്തപുരം. ഇപ്പൊ മോൾ എവിടെയുള്ള? അവര് ഇപ്പം യു കെയില്. അപ്പോഴേ എഞ്ചിനീയറാ. അവർ രണ്ടുപേരും അവിടെ സെറ്റിലായി. അവർ രണ്ടുപേരും പേര്? അപർണയും നിതിനും. അപ്പം മക്കളുണ്ടോ? ആയില്ല. അപ്പൊ അപർണയ്ക്കും നിതിനും കരുതൽ ന്യൂസിന്റെ ഓണാശംസകൾ. അമ്മ ഇപ്പം നല്ല ഇനി ഒരു ഐറ്റം മുമ്പേ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഒരു പാവയ്ക്ക അച്ചാർ ഉണ്ടാക്കുന്ന തിരക്കിലാണ്. എല്ലാവർക്കും ഓണാശംസകൾ. പാവയ്ക്ക ഒരുവിധം മൂത്തിട്ടുണ്ട്. നമുക്ക് പാവയ്ക്ക കോരിയെടുക്കാം. ഒരു ചെറിയ കളർ ചേഞ്ച് അല്ലേ? നമ്മളിപ്പോൾ പാവയ്ക്ക കോരി എടുത്തല്ലേ? അത് കഴിഞ്ഞ് ആ എണ്ണയിൽ തന്നെ കടുക് കളിക്കാം. പച്ചമുളക് ഇടുവോ? ഇഞ്ചി. അപ്പൊ ഈ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചേർക്കണം അല്ലേ? ഇഞ്ചി ഇട്ടു. വെളുത്തുള്ളി ഇട്ടു. കരിവേപ്പില. പച്ചമുളക് വേണ്ടേ?
മുളക് ഇടാനുള്ള അപ്പോൾ കുറച്ച് മതി. മതി. ഒന്ന് വഴറ്റി വരും. ഇഞ്ചി, വെളുത്തുള്ളി, കരിവേപ്പില, പച്ചമുളക്. കറിവേപ്പില നമ്മളെ വീട്ടിലാണ് കേട്ടോ. നാടൻ കരിവേപ്പില. അതിനകത്ത് ഒത്തിരി വിഷം. നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുകയാണെങ്കിലേ. മഞ്ഞൾപ്പൊടി അല്ലേ, അര സ്പൂണാണോ? അര ടീസ്പൂൺ. അര ടീസ്പൂൺ മതി, കുറച്ച്. മുളക് പൊടി വേണം. സിമ്മിലാക്കി വെച്ചിട്ടുണ്ട്. പൊടിയെല്ലാം ചേർക്കുമ്പോൾ സിമ്മിലാക്കുക. ഒന്ന് തീ അണയ്ക്കും മുളക് ചേർക്കുമ്പോൾ. ഓക്കെ. അപ്പൊ തീ ഓഫ് ചെയ്തതിന് ശേഷം മുളക് ഇടാവോ? കരിഞ്ഞു പോവില്ലെങ്കിൽ. അത് എത്ര സ്പൂൺ? ഇച്ചിരി ഒന്ന് എണ്ണയൊന്ന് നന്നായിട്ടൊന്ന് ചൂട് മാറിയിട്ടല്ലേ? ഒരുപാട് എരിവുള്ള മുളകല്ല ഇത്. ഈ ടേബിൾ സ്പൂൺ, ഒരു സ്പൂൺ ഉണ്ടാവും. ഓക്കെ ഓക്കെ ഓക്കെ. കുറച്ചൊന്ന് തണുത്തട്ട് അല്ലേ? നല്ല മുളക് പെട്ടെന്ന് കരിഞ്ഞു പോകും. നിറം അങ്ങ് ഇരുണ്ടു പോകും. അപ്പൊ എണ്ണയൊന്ന് ഒരുവിധം ഒന്ന് തണുത്തിട്ട് മുളക് പൊടി ചേർക്കണേ. ടീസ്പൂൺ അല്ല, അതും ചെറിയ സ്പൂണാണ്. മൊത്തത്തിൽ ഒരു സ്പൂൺ, ഒരു ടേബിൾ സ്പൂൺ കാണും. ഉലുവാപ്പൊടി. ഇനി ഉലുവാപ്പൊടി, ഉപ്പ്. പാവയ്ക്കാക്ക് കയ്പുള്ളത്, അതുകൊണ്ട് സാധാരണ ഇടുന്നത്ര വേണ്ട. കുറച്ച് ഉലുവാപ്പൊടി മതി. പാവയ്ക്ക് എപ്പോഴും കയ്പായ. നാരങ്ങയും പാവയ്ക്ക ഇടുമ്പം ഉലുവാപ്പൊടി കുറച്ച് മതി. ഒരു ടീസ്പൂൺ. ഉപ്പ് നമ്മൾ ചേർത്തില്ലല്ലോ ഇതുവരെ. ഇനി നമുക്ക് വിനാഗിരി ചേർത്തിട്ട് തീ കത്തിക്കാം. ഒഴിച്ചാൽ മതി. അതിനകത്ത് ഒഴിച്ച് നേരത്തെ നല്ല ഒറിജിനൽ വിനാഗിരി കൊണ്ട് പുളി ഉണ്ടാകും കേട്ടോ. ഒരു സ്പൂൺ ഒരു 3 എണ്ണം ഒഴിക്കുക. ഇത് സാധാ വിനാഗിരി. എല്ലാം ഒന്ന് തിളയ്ക്കണം അല്ലേ? എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന പാവയ്ക്ക. നന്നായിട്ട് മിക്സ് ചെയ്യുക അല്ലേ? തീ കുറയ്ക്കണം. കുറച്ചോ. ചൂട വിനാഗിരി വേണ്ടി വരും. ഇല്ല, നോക്കട്ടെ. മതി. അഥവാ വിനാഗിരി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുപ്പിയിലാക്കി 2 ദിവസം കഴിഞ്ഞ് തുറക്കുമ്പോൾ വേണമെന്നുണ്ടെങ്കിൽ വിനാഗിരി ചേർക്കാം. ഉപ്പ് വേണമെങ്കിലും ചേർക്കാം. കഴിഞ്ഞ ഒരു 5 മിനിറ്റ്. 5 മിനിറ്റ് ഒന്ന് അടച്ച് സിമ്മിലല്ലേ? സിമ്മിൽ. അപ്പോൾ 5 മിനിറ്റ് നന്നായിട്ട് നമ്മുടെ പാവയ്ക്കയും മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവ ഇതെല്ലാം ആക്കി ഇത്തിരി നേരം വേവിച്ചു. കായപ്പൊടി ഇത്തിരി തോനെ ഇടാം അല്ലേ? ഗ്യാസ് ഓഫ് ആക്കാന്നേ. ഓക്കെ, ഇത്ര മതി. ഇനി ഒന്ന് വെച്ചിട്ട് തണുത്തിട്ട് കുപ്പിയിലാക്കാം. തണുത്ത് കുറച്ച് നേരം അടച്ചു വെച്ചതിന് ശേഷം കുപ്പിയിലാക്കുവാണ്. ഞങ്ങളിപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു പാത്രത്തിൽ എടുക്കാം. ഇപ്പോഴേ പാവയ്ക്ക അച്ചാർ കഴിച്ചു. ഇപ്പോഴേ കഴിച്ചു കഴിഞ്ഞാൽ ടേസ്റ്റ് കുറച്ചേ അറിയാൻ പറ്റുള്ളൂ. ഇനി 2 ദിവസം കുപ്പിക്കകത്ത് ആക്കി വെളുത്തുള്ളി ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്യട്ടെ. എൻ്റെ നാക്ക് പുള്ളി. ശരിക്കും ഇത് പാവയ്ക്കൊന്നും പറയത്തില്ല കേട്ടോ, കയ്പൊന്നുമില്ല. ഇത് 3-4 ദിവസം ഇരിക്കുമ്പോൾ അടിപൊളിയായിരിക്കും. ഈ വെളുത്തുള്ളിയൊക്കെ നല്ല വെളുത്തുള്ളി കഴിക്കാനും രുചി 2 ദിവസം കഴിയുമ്പോഴാണ്. സൂപ്പർ. താങ്ക് യു ചേച്ചി. ഇപ്പോഴേ ഇത് കുപ്പിക്കകത്തിട്ട് അടച്ച് ഒരു 2 ദിവസം കഴിഞ്ഞ് എടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ടുള്ള അതിൻ്റെ ടേസ്റ്റ് അറിയാൻ പറ്റും. നിങ്ങളെല്ലാവരും ചെയ്തു നോക്കുക. കരുതലോണം സദ്യക്കൂട്ടിൽ
ഇനി ഒരു വിഭവമായി നാളെ എത്തും വരെ നന്ദി, നമസ്കാരം. താങ്ക് യു ചേച്ചി.